ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ലഡ്ഡുവാണ്. കടലമാവ് യൂസ് ചെയ്യാതെ ബൂന്തി തയ്യാറാക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ലഡ്ഡു. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലേ യൂട്യൂബിൽ ഈ ഒരു ലഡ്ഡുവിൻ്റെ. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഈ ലഡ്ഡുവാണ്. ഈ ലഡ്ഡുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തവർക്കും കുക്കിംഗ് പഠിച്ചു വരുന്ന ബിഗിനേഴ്സിന് വരെ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു തെറ്റും കൂടാതെ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ നല്ല ലഡ്ഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ലഡ്ഡു തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. 3-4 മണിക്കൂർ കുതിർത്ത് വെക്കാം. അതിനുശേഷം വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ചെറിയ തരികളോടുകൂടി തരുതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതിയാവും. അതായത് അരച്ചരച്ച് നല്ല പേസ്റ്റ് പോലെയൊന്നും ആക്കിയെടുക്കേണ്ട. പരിപ്പ് അരയാതെ കിടക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. 1-2 തവണയായിട്ട് അരച്ചെടുക്കാം. കടലപ്പരിപ്പ് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് കടലപ്പരിപ്പ് പക്കോട തയ്യാറാക്കിയെടുക്കണം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഹൈ ഫ്ലെയിമിലിടുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് ഡാർക്ക് കളറാവും. എന്നാൽ ഉൾഭാഗം വെന്ത് കിട്ടുകയുമില്ല. അപ്പോൾ ഇതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈസിലോ ഇല്ലെങ്കിൽ ഇതിലും ചെറുതായിട്ടോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. വലിയ സൈസിലൊക്കെ ഇട്ട് കൊടുക്കുമ്പം ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മൾ പക്കോട തയ്യാറാക്കുമ്പം ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ഉൾഭാഗം കൂടി വെന്ത് കിട്ടണം. അങ്ങനെ പക്കോടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ നല്ല ഡാർക്ക് കളർ ആവാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കണ്ട കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് 1-2 തവണയായിട്ട് ചേർത്തുകൊണ്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ദേ പൊടിയായിട്ട് ഇങ്ങനെ കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉൾഭാഗം നന്നായിട്ട് വേവാത്ത പക്കോടയൊക്കെ ആണെങ്കിൽ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ടൊന്നും കിട്ടുകയില്ല. അപ്പോൾ ഇത്രയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത്രയും കാഷ്യൂ നട്ട് ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കിസ്മിസിന് പകരം കറുത്ത മുന്തിരി ചേർക്കാം, ബ്ലാക്ക് റൈസൻസ്. സാധാരണ ലഡുവിലൊക്കെ കറുത്ത മുന്തിരിയാണല്ലോ ചേർക്കാറുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ റോസ്റ്റായി വന്നാൽ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ബാക്കി വന്ന നെയ്യോട് കൂടെ തന്നെ മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പഞ്ചസാര മെൽറ്റായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമുക്കിതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം.
ഇതിവിടെ തിളച്ചുകൊണ്ട് വരുന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് റെഡിയാവാനുണ്ട്. പിന്നെ സ്ട്രിങ് കൺസിസ്റ്റൻസിയിലൊന്നും വേണ്ട, സ്റ്റിക്കി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അതാണ് വേണ്ടുന്നത്. നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും കുറച്ച് കട്ടിയായിട്ട് വരും. ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കും. ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഈ ഒരു പാകത്തിൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കായ മുഴുവനോടെ ചേർക്കുന്നതാണെങ്കിൽ കടലപ്പരിപ്പ് പക്കോട അരച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ വേണമെങ്കിൽ ആ ഒരു സമയത്തും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിലാണ്, അത് മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടും കിസ്മിസും നെയ്യോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഫുഡ് കളേഴ്സ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല കളറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കളേഴ്സ് ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇത് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ അടച്ചു വെച്ചിട്ടാണുള്ളത്. നമുക്കിത് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്, ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ നമുക്ക് ലഡു തയ്യാറാക്കി തുടങ്ങാം. കയ്യിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചെറിയ ഉരുളകൾ എടുത്തുകൊണ്ട് നമുക്ക് ലഡു തയ്യാറാക്കി തുടങ്ങാം. ബൂന്തി തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സാധാരണ ലഡുവിൻ്റെ അതേ ടേസ്റ്റാണ്. പുറത്തു നിന്നൊക്കെ ലഡു മേടിക്കുന്നതിന് പകരം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഈ ഒരു മെത്തേഡിൽ അടിപൊളി ലഡു തയ്യാറാക്കാം. അപ്പോൾ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്